പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. കോട്ടക്കൽ ശ്രീ മാതാ അമൃതാനന്ദമയി മഠത്തിൽ 2025 ജൂലൈ 20 ഞായറാഴ്ച ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് നടന്നു. ഗാനമേള രംഗത്ത് 50 വർഷമായി താരമായി നിൽക്കുന്ന ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയുണ്ടായി. ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, സൗന്ദര്യ ലഹരി എന്നിവ ആലാപനം ചെയ്യുന്നത് അതിന് ജാതിയോ മതമോ നോക്കേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ ആരോഗ്യത്തെ കാത്തുരക്ഷിക്കുന്നു എന്ന് ആലീസ് ഉണ്ണികൃഷ്ണൻ വിശദമാക്കിയിട്ടുണ്ട്. ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ MG ശ്രീകുമാർ മൊത്ത് വേദി പങ്കിട്ട വീഡിയോയുടെ ലിങ്ക് ഇതോടുകൂടി നൽകുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ ഇതുപോലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ആദ്യമായി ലഭിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ നാമം ചൊല്ലുമ്പോൾ ഒരു ശ്വാസം എടുക്കല്ലേ. ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി എന്ന് കഴിയുമ്പോൾ ഒരു ശ്വാസം പോകും. ഇതൊരു ശ്വാസം എടുക്കും. ചിരഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്രത, അത് കഴിയുമ്പോൾ ആ ശ്വാസം പോകും. ഇത് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് അങ്ങനെ ആയിരിക്കും. ഓരോരോ നാമത്തിൽ അപ്പൊ 4 നാമത്തിന് നമ്മൾ ഓരോ ബ്രീത്ത് എടുക്കേണ്ടി വരും. പക്ഷേ ചൊല്ലി വരുമ്പോൾ ഒരു ബ്രീത്തില് എടുത്തിട്ട് ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിരഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്രത മുദ്യത്പാദ സഹസ്രാപാദ ദുർബാഹു സമന്വിത രാഗസ്വരൂപ ഭാഷാഢ്യ ക്രോധാകാരം സുജോജ്വല. ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് ഇത്ര സംസാരത്തോണ്ടായിരിക്കും ഞാനൊരു ശ്വാസത്തിൽ കുറേ നേരം അത് ആ ഒരു കപ്പാസിറ്റി നിങ്ങൾക്കും വരും. അങ്ങനെ ഈ ശ്വസനക്രിയ കൂട്ടി കൊണ്ടുവരുമ്പോൾ ഇരിക്കുന്നവർക്ക് ആർക്കും ലങ്സിൻ്റെ അസുഖങ്ങളൊന്നും വരത്തില്ല, വായു സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകത്തില്ല, ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകത്തില്ല, ഇരിക്കാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്നതൊന്നും നമ്മൾ അറിയത്ത് പോലുമില്ല. കുറച്ചൊക്കെ നമുക്ക് ഇരിക്കാൻ പ്രയാസം വരും, എണീക്കാനും പ്രയാസം വരും. അപ്പം ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ആ നല്ല ആയുസ്സും ആരോഗ്യമുള്ളവരായിട്ട് ഇരിക്കാനാണ് നമ്മൾ ഈ നാമം ചൊല്ലുന്നത്. അല്ലാതെ നമ്മളിത് എല്ലാവരെയും കാണിക്കാനോ നമുക്ക് ആകാശത്ത് ഭഗവതി എന്തെങ്കിലും ഇട്ട് തരാനോ ഒന്നുമല്ല നമ്മളിത് ചെയ്യുന്നത്. ശ്വസനക്രിയ കറക്റ്റാണ്. ശ്വസനക്രിയ കറക്റ്റാകുമ്പോൾ നമ്മുടെ ശ്വാസം എല്ലായിടത്തും ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു വൈറ്റൽ എനർജി വളരെ കൂടുതലായിട്ട് നമുക്കുണ്ടാകും. ആ എനർജിക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിരഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്രത മുദ്യത്പാദ സഹസ്രാപാദ ദുർബാഹു സമന്വിത രാഗസ്വരൂപ ഭാഷാഢ്യ ക്രോധാകാരം സുജോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്രകായ ഗാനിദാരുണ പ്രഭാപൂര മജ്ജ ബ്രഹ്മാണ്ഡ മണ്ഡല മനസ്സിലായോ? അപ്പോൾ കറക്റ്റായേ ചൊല്ലുമ്പോൾ ആരോഗ്യം കറക്റ്റാവും, നല്ലതുപോലെ ദഹനശക്തി ഉണ്ടാവും, നല്ലതുപോലെ നമ്മുടെ എല്ലാ അപാകതകളൊക്കെ നടക്കും, ആരോഗ്യം ഉണ്ടാവും. മാനസിക ആരോഗ്യമാണ് ഏറ്റവും വലുത് നമുക്ക്, അല്ലേ? എന്ത് പ്രശ്നം വന്നാലും നേരിടാനുള്ളൊരു മനോബലമല്ലേ നമുക്ക് വേണ്ടത്, അല്ലേ? ആ ഒരു മനോബലം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. എന്ത് വന്നാലും എൻ്റെ ഭഗവതി നോക്കിക്കൊള്ളും. ആ ഒരു ബലം നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെ നിരന്തരം ഉപാസിക്കണം. നിരന്തരം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? അതുകൊണ്ടാണ് ഈ അമ്മയൊക്കെ കണ്ടോ, അല്ല ഈ കരയപ്പെടുത്ത മീൻ പോലെയാണ് സംസാരിക്കുന്നതൊക്കെ എന്നെ കുറിച്ച്. അതൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കേണ്ടതാണ്. നിങ്ങളെ നയിക്കുന്ന അവരൊക്കെ ഇത് ഉപാസിക്കുന്നവരായതുകൊണ്ടാണ്. ആ ഒരു ചൈതന്യം, പരമേശ്വരിയുടെ ഒരു മുഖം എല്ലാവരുടെ മുഖത്തും ഞാൻ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളറിയാതെ വന്നു പോകും നമുക്ക് ആ ചൈതന്യം. ഈ മോശം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുള്ള മുഖം കണ്ടാൽ നമുക്ക് അറിയത്തില്ലേ? നല്ലത് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും കണ്ട അവരുടെ മുഖത്ത് ഒരു പ്രത്യേക ചൈതന്യം ഉണ്ടാകും. അത് ആ ഈശ്വര ചൈതന്യം നമ്മൾ അറിയാതെ നമുക്ക് വന്നു പോകുന്നതാണ്. അപ്പൊ ശ്വസനക്രിയ മനസ്സിലായല്ലോ. സ്പീഡ് ചൊല്ലണമെന്നില്ല, സ്പീഡ് കുറച്ച് ചൊല്ലി അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലി വന്ന് അതങ്ങനെ നമ്മുടെ ശ്വസനക്രിയയായിട്ട് ഇങ്ങനെ പോകും. കിടക്കാൻ നേരവും അല്പം നേരം സഹസ്രനാമം മനസ്സിലിങ്ങനെ
വിളിച്ചിട്ട് കിടന്നു നോക്കൂ. രാവിലെ എഴുതിയിരുന്ന് അമ്മാപ്പനക്ക് ഞാൻ ജീവിക്കാൻ എനിക്ക് ജീവൻ തന്നല്ലോ, കുടുംബത്തെ കാണാൻ എനിക്ക് സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ രാവിലെ കയ്യും കാലും മുഖമൊക്കെ കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേച്ച് ശുദ്ധമായിട്ട് വന്നിരുന്ന് ദുർഗാസഹസ്രനാമം കേട്ടോ. എപ്പ വേണേലും ചൊല്ലാം, ആർക്കും ചൊല്ലാം. മൃദുവായ പെണ്ണിന്റെ വിലപ്പൻ ഉദാഹരണം അഗ്നിയനം ചെയ്ത ഭൂസരനും എന്ന് പറയുന്നില്ലേ, ആർക്കും എപ്പ വേണമെങ്കിലും ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ്. അത് എപ്പ വേണമെങ്കിലും ചൊല്ലുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്കൊരു ശക്തിയായിരിക്കട്ടെ. അഗസ്ത്യമുനി ആദിത്യ മന്ത്രം ശ്രീരാമൻ ഉപദേശിച്ചു കൊടുത്തതുപോലെ ആ ഒരു ശക്തി നമുക്കും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്